ഹായ് ഓൾ, മൈസെൽഫ് സച്ചിൻ സ്കറിയ. ഞാനാണ് ഡ്രീം ലെഡ്ജറിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാക്കൽറ്റി. അപ്പൊ നമുക്ക് ഇന്ന് ചാപ്റ്റർ നമ്പർ 5-ലെ ഒരു ചെറിയൊരു പോർഷൻ നമുക്കിന്ന് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ജേണൽ എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടത് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതാണ് നമ്മളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ട്യൂട്ടർ നോട്ട്സ് സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള മെയിൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ള സെയിൽസിന്റെയും പർച്ചേസിന്റെയും ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സെയിൽസിന്റെ പർച്ചേസിന്റെ ജേണൽ എൻട്രി, അതോടൊപ്പം തന്നെ അതിന്റെ റിട്ടേൺസിന്റെ ജേണൽ എൻട്രി എങ്ങനെയും കൂടിയാണെന്നുള്ളത് നമ്മളോട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ജേണൽ എൻട്രീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ജേണൽ എൻട്രീസ് ഈസി ആയിട്ട് ചെയ്യാനും ഈസി ആയിട്ട് മനസ്സിലാക്കാനുമുള്ള ഒരു ടേബിൾ നമുക്കുണ്ട്. അപ്പൊ ആ ടേബിളിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ജേണൽ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ 5 എലിമെന്റ്സ് ആണ് ഉള്ളത്. നമുക്കറിയാം, ഇൻകം എക്സ്പെൻസ് നമ്മുടെ SOP ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനകത്ത് 3 എലിമെന്റ്സും കൂടി ഉണ്ട്: അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി. ഓക്കെ, മൊത്തം 5 എലിമെന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ 5 എലമെന്റും ഇൻക്രീസ് ആകുമ്പോഴും ഡിക്രീസ് ആകുമ്പോഴും എങ്ങനെയാണ്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എപ്പോഴും എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഒരു ഡെബിറ്റും അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ എലമെന്റിനനുസരിച്ചാണ് നമ്മളത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ അവർ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ ടേബിൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉള്ള എലമെന്റ്സ് എന്തൊക്കെ നോക്കാം. ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. ഇനി ഇത് ഇൻക്രീസ് ആകുമ്പോഴും ഡിക്രീസ് ആകുമ്പോഴും ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് 2 കോളം കൂടെ കൊടുക്കാം. ഇൻക്രീസ്, ഡിക്രീസ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് 5 എലമെന്റ്സ് ആണുള്ളത്. ഇപ്പൊ ഓരോ എലമെന്റും നമ്മുടെ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻകത്തെ എന്ത് ചെയ്യണം, ഇൻകം നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻകം ഡിക്രീസ് ആവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, സ്വാഭാവികമായിട്ടും ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ആകുമ്പോൾ ഇൻകം ഡിക്രീസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അത് ഡെബിറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എക്സ്പെൻസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ എവിടെയായിരിക്കും ചെയ്യേണ്ടത്? ഇൻകം ക്രെഡിറ്റ് ആണെങ്കിൽ എക്സ്പെൻസ് സ്വാഭാവികമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് നേച്ചർ ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ്പെൻസ് ഡെബിറ്റ് ആയിരിക്കും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. ഇനി അസറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, ഡെബിറ്റ് ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ലയബിലിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും, നമ്മുടെ അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും, ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റിയുടെ സെയിം നേച്ചർ ആണ്. എക്സ്പെൻസും അസറ്റും സെയിം നേച്ചറും. അതേപോലെ തന്നെ ഇൻകം, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി സെയിം നേച്ചർ ആണ്. ഇപ്പൊ ലയബിലിറ്റിയുടെ സെയിം നേച്ചർ ആണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്ന പോർഷനിൽ ഓരോ ജേണൽ എൻട്രിയും ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്താണ് നമ്മൾ നോക്കാൻ വേണ്ടി. അപ്പൊ അത് ഇൻകം ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് അത് ക്രെഡിറ്റ് ചെയ്തിരിക്കണം.
ഇനി ഇൻകം ആണ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എക്സ്പെൻസോ അസറ്റോ ലയബിലിറ്റിയോ ഇക്വിറ്റി ആയിക്കോട്ടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടേബിൾ അനുസരിച്ച് വേണം നമ്മളത് തീരുമാനിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷൻസ് ആണ് ഒന്ന് സെയിൽസും അതേപോലെ തന്നെ പർച്ചേസും അല്ലെ. അപ്പൊ നമുക്ക് സെയിൽസ് നമുക്ക് നോക്കാം. ഒരു ബിസിനസ്സിന്റെ സെയിൽസ് നടക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സെയിൽസ് നടക്കാം. ഒന്ന് ക്യാഷ് സെയിൽ നടക്കാം, മറ്റൊന്ന് ക്രെഡിറ്റ് സെയിലും നടക്കാം. ഓക്കെ, അപ്പൊ ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് നമ്മൾ സെയിൽസ് നടത്തി പകരം നമുക്ക് ക്യാഷ് കിട്ടി, അതാണ് ക്യാഷ് സെയിൽ. അതേപോടൊപ്പം തന്നെ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ നടത്തി ക്യാഷ് കിട്ടാനുണ്ട്, ക്യാഷ് കിട്ടിയിട്ടില്ല, ക്രെഡിറ്റിനാണ് കൊടുത്തത്, കടമാണ് കൊടുത്തത്, അതാണ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഷ് സെയിലിന്റെ ജനറേറ്റ് എങ്ങനെ വരും നമുക്ക് നോക്കാം. ക്യാഷ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? ക്യാഷ് ആണ് കിട്ടുന്നത് അല്ലെ. നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലെ. അപ്പൊ അസറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു? നമുക്ക് കിട്ടുവാണ് ചെയ്തത്. അപ്പൊ അസറ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ആയി. അപ്പം അസറ്റ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ വെച്ച് നോക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളോട് എന്ത് ചെയ്തത്? ഡെബിറ്റ് ക്യാഷ് ഓർ ബാങ്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അന്നേരം നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താണ് എപ്പോഴും എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പോൾ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് എന്തായിരിക്കും ക്രെഡിറ്റ് വരാനുള്ള ചാൻസ്? അപ്പൊ നമുക്ക് ഇവിടെ നടന്നിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻകം ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. നമുക്ക് ക്യാഷ് കിട്ടി, ആ ക്യാഷ് എന്താണ്? ഒരു ഇൻകം ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? സെയിൽസ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പൊ അവിടെ നമുക്ക് എന്തായി? ഇൻകം ആണ് കിട്ടിയത്. അപ്പൊ അവിടെ ഇൻകം ഇൻക്രീസ് ആവുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇൻകം ഇൻക്രീസ് ആയപ്പോഴാണ് നമുക്ക് അവിടെ ക്യാഷ് കിട്ടിയത്. അപ്പൊ അവിടെ ഇൻകം ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകത്തിന്റെ നേച്ചർ നമ്മൾ നോക്കുക. നമ്മൾ ടേബിൾ നോക്കുക. ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം എന്താണ്? സെയിൽസ് ഇൻക്രീസ് ആയി അല്ലെ. സെയിൽസ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടിയത് എന്താണ്? അത് അസറ്റ് ആണ്. നമുക്ക് കിട്ടുന്ന സെയിൽസ് എന്താണ്? അത് ഇൻകം ആണ്. രണ്ടും എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ ക്യാഷ് സെയിലിലെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് സെയിലിന് സമയത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് നേരത്തെ എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ക്യാഷ് കിട്ടിയിട്ടില്ല. നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്. അപ്പം നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ എന്താണ്? നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് റെസീവ്സ് എന്നാണ് പറയുന്നത്. ട്രേഡ് റെസീവ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ട്രേഡ് റെസീവ്സ് ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തരാനുള്ള ആൾ എന്താണ്? നമുക്ക് ട്രേഡ് റെസീവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചേർക്കുക ചെയ്യുന്നത്. അപ്പം ഈ ട്രേഡ് റെസീവൽ എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലെ. അപ്പം അസറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു? ട്രേഡ് റെസീവൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പം ക്യാഷിന്റെ സ്ഥാനത്ത് എന്ത് സംഭവിച്ചു? ട്രേഡ് റെസീവൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ്? ട്രീറ്റ്മെന്റ് സെയിം ആയിരിക്കും. ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും, ഡെബിറ്റ് എന്താണ്? ട്രേഡ് റെസീവൽസ് ആയിരിക്കും. അപ്പോൾ ട്രേഡ് റെസീവൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് അസറ്റ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഡിസ്കസ് ചെയ്താണ്. സെയിൽസ് ഇൻകം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്യാഷ് സെയിലിന്റെ ക്രെഡിറ്റ് സെയിലിന്റെ ജേണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾക്ക് സെയിൽസ് റിട്ടേൺ കിട്ടുക, അതായത് നമ്മൾ വിറ്റ സാധനം നമുക്ക് റിട്ടേൺ കിട്ടുക. അപ്പൊ നമ്മൾ വിറ്റ സമയത്ത് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്തിരുന്നു? നമ്മൾ കടത്തിനാ വിറ്റതെങ്കിൽ നമ്മളിപ്പം ക്രെഡിറ്റ് സെയിൽ നടത്തിയ ഒരു സാധനമാണ് നമ്മുടെ കസ്റ്റമർ നമുക്ക് തിരിച്ചു തന്നത് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ഓൾറെഡി എന്ത് റെക്കോർഡ് ചെയ്തിരുന്നു? ഡെബിറ്റ് ട്രേഡ് റിസീവേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് സെയിൽസ് റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് എന്ത് ആവുക? കുറയുവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വിറ്റ സാധനം നമ്മളൊരു 100 ഐറ്റം വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു 10 ഐറ്റം തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താവുക? നമ്മുടെ സെയിൽസ് 90 ആവുക ചെയ്യുന്നു അല്ലെ. 10 ഐറ്റം നമ്മൾ തിരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 10 ഐറ്റം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ സെയിൽസിനെ കുറയ്ക്കുക. സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഇൻകം കുറയുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇൻകം കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ നോക്കാം. എന്താണ് ഇൻകം കുറയുക? ഇൻകം ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡെബിറ്റ് സെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. നമുക്ക് എന്താ? ഡെബിറ്റ് സെയിൽസ് ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻകം എന്താണ് സംഭവിച്ചത്? ഡിക്രീസ് ആണ് സംഭവിച്ചത്. ഈ പറഞ്ഞിരിക്കുന്നതിലെല്ലാം ഇൻക്രീസ് ആണ് സംഭവിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇൻകം നമ്മുടെ എന്തായി? റെഡ്യൂസ് ആയി, ഡിക്രീസ് ആയി അല്ലെ, സെയിൽസ് റിട്ടേൺ കിട്ടിയപ്പം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് ഡിക്രീസ് ആവുന്നുണ്ട്. എന്തായിരിക്കും? നമുക്ക് ഒരു 1000 രൂപ തരാനുള്ള ഒരാള്
നമുക്ക് 100 രൂപയുടെ ഐറ്റം തിരിച്ചു തരുക ചെയ്തു അല്ലെ. അപ്പൊ 100 രൂപയുടെ ഐറ്റം തിരിച്ചു തന്നപ്പോൾ അയാൾക്ക് ഇനി അയാൾ നമുക്ക് ഇനി എത്ര തന്നാൽ മതി? ഇനി 900 നമുക്ക് തന്നാൽ മതി, 900 നമുക്ക് തന്നാൽ മതി. അതായത് 1000 രൂപ തരാൻ ഉണ്ടായിരുന്ന ആള്, നമ്മുടെ റിസീവ്സ് ആയി കാണിച്ചിരുന്ന ആള് ഇപ്പൊ എത്രയായി? അത് 900 ആയിട്ട് മാറി. കാരണം ആ 100 രൂപേന്റെ ഗുഡ്സ് അയാൾ തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 100 രൂപ എന്ത് സംഭവിച്ചു? 100 രൂപ എന്നാൽ റിസീവബിൾസ് അവിടെ നമുക്ക് കുറയുവാണ് ചെയ്തത് അല്ലെ. ഇപ്പൊ റിസീവബിൾസ് എന്താണ്? ട്രേഡ് റിസീവബിൾസ്, നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രേഡ് റിസീവബിൾസ് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ഇവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ റെഡ്യൂസ് ആവാണ് ചെയ്ത്, ഡിക്രീസ് ആവാണ് ചെയ്ത് അല്ലെ. അസറ്റ് ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ് ഡിക്രീസ് ആയി എന്താ ചെയ്യണ്ടേ? നമ്മുടെ ടേബിൾ അനുസരിച്ച് അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായി? നമ്മൾ ട്രേഡ് റിസീവബിൾസ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡിക്രീസ് ആയി, അപ്പൊ അത് ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് ആണ്, ഡിക്രീസ് ആണ്. ഇതാണ് നമ്മുടെ സെയിൽസ് റിട്ടേണിന്റെ ജേണൽ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമർ ക്രെഡിറ്റ് നമ്മൾ സെയിൽ നടത്തി, കസ്റ്റമർ നമുക്ക് ക്യാഷ് തരുക. ഓക്കെ, അപ്പൊ കസ്റ്റമർ നമുക്ക് ക്യാഷ് തരുവാന്ന് വിചാരിക്കുക, റെസീപ്റ്റ് ഫ്രം കസ്റ്റമർ. അപ്പൊ എങ്ങനെയായിരിക്കും അതിന് ജേണൽ എൻട്രി നമുക്ക് നോക്കാം. അപ്പം കസ്റ്റമർ നമുക്ക് ക്യാഷ് തന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ആണ് കിട്ടുമെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ക്യാഷ് കിട്ടുക ചെയ്യുന്നത്. ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അസറ്റ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ് ഇൻക്രീസ് ആയാൽ എന്താണ്? അത് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാങ്ക് ഓർ ക്യാഷ്. അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ക്യാഷ് കിട്ടിയപ്പോ അവിടെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു അസറ്റ് അവിടെ കുറയുകയാണ് ചെയ്തത്. എന്ത് അസറ്റ് ആണ് ഇത് കൺവേർട്ട് ആയത്? നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ കടത്തിന് വിറ്റ സമയത്ത് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് അസറ്റ് നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രേഡ് റിസീവബിൾ ഉണ്ടായിരുന്ന ഒരാളാണ് നമുക്ക് എന്ത് ചെയ്തത്? നമുക്ക് പേയ്മെന്റ് ചെയ്തത്, നമുക്ക് പൈസ തന്നത്. അപ്പൊ പൈസ തന്നപ്പം പിന്നെ എന്താ കാണിക്കാൻ വേണ്ടി പാടില്ല? ആ ട്രേഡ് റിസീവബിൾ നമ്മളവിടെ കാണിക്കാൻ വേണ്ടി പാടില്ല. ലിറ്ററലി പറഞ്ഞാൽ എന്താണ്? ട്രേഡ് റിസീവബിൾ എന്നുള്ളത് ക്യാഷിലേക്ക് കൺവേർട്ട് ആവുകയാണ് ജസ്റ്റ് ചെയ്തത്. അപ്പൊ ക്യാഷ് നമുക്ക് കിട്ടി, അതോടൊപ്പം തന്നെ ട്രേഡ് റിസീവബിൾസ് അവിടെ കുറയുകയാണ് ചെയ്തത്. ട്രേഡ് റിസീവബിൾസ് എന്താണ്? ട്രേഡ് റിസീവബിൾസ് ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റ് എന്ത് സംഭവിക്കുകയല്ലേ? ട്രേഡ് റിസീവബിൾ അസറ്റോടെ എന്ത് സംഭവിച്ചേ? ഇവിടെ കുറയുകയാണ് ചെയ്തത്. പകരം നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് എന്ന അസറ്റ് കിട്ടി. അപ്പം ഇവിടെ മറ്റൊരു അസറ്റ് എന്ത് സംഭവിച്ചു? കുറയുകയാണ് ചെയ്യുന്നത്. അസറ്റ് ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അസറ്റ് ഡിക്രീസ് ആയാൽ എന്ത് ചെയ്യണം? അസറ്റ് ഡിക്രീസ് ആയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്ത് നോക്കാം? പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നോക്കാം. പർച്ചേസസ് രണ്ട് തരത്തിലുണ്ട്. ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ക്യാഷ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യും, നമ്മൾ സപ്ലയറിന്റെ അടുത്ത് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് കടമായിട്ട് നമുക്ക് അവർ തരും. അതാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്യാഷ് പർച്ചേസ് നമ്മൾ ആലോചിക്കുക. ക്യാഷ് പർച്ചേസ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, നമ്മുടെ സപ്ലയറിന്റെ അടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് ഗുഡ്സ് കിട്ടുക ചെയ്യുന്നത് അല്ലെ. ഗുഡ്സ് കിട്ടുക. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ അസറ്റ് കിട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ അസറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സപ്ലയർ അടുത്ത് പോയി സാധനം വാങ്ങുന്നു, ഗുഡ്സ് വാങ്ങുന്നു, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു അല്ലെ. അപ്പോ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ക്യാഷ് ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ക്യാഷ് നമ്മുടെ കയ്യിൽ കുറയുവാണ്, കൂടുകയാണ് ചെയ്തത്. ക്യാഷ് നമ്മുടെ കയ്യിൽ കുറയുവാണ് ചെയ്തത്. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഒരു അസറ്റ് ആണ് അല്ലെ. അസറ്റ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ് കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അസറ്റ് കുറഞ്ഞാൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ ടേബിളിൽ നോക്കുക, അസറ്റ് കുറഞ്ഞാൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഓർ ബാങ്ക് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളത് ക്രെഡിറ്റ് ചെയ്തു. അപ്പം ക്രെഡിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അസറ്റ് ആണ്, ഇവിടെ നമ്മളിന്ന് റെഡ്യൂസ് ആവുകയാണ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്ത? നമുക്ക് എന്തിനാ നമ്മൾ ക്യാഷ് കൊടുത്തത്? നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ അല്ലെ. പർച്ചേസ് എന്ന് പറയുന്നത്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ഇൻകം ആണോ എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്? നമ്മൾ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന അല്ലെ, അത് നമുക്ക് എന്തായിരിക്കും? എപ്പോഴും നമുക്കതൊരു എക്സ്പെൻസ് ആയിരിക്കും അല്ലെ. നമ്മളത് സെയിൽസ് നടത്തുമ്പോഴാണ് നമുക്കത് ഇൻകം ആകുന്നത്. അപ്പം പർച്ചേസ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ പർച്ചേസ് നടത്തിയ സാധനം പിന്നീട് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് ഇൻകം ആയി മാറുന്നു അല്ലെ. നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഇട്ട് നമ്മൾ സെയിൽസ് നടത്തുക ചെയ്യുന്നത്. അപ്പം ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഒരു എക്സ്പെൻസ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നു. അപ്പൊ പർച്ചേസ്
ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ക്യാഷ് കൊടുത്തു പർച്ചേസ് വാങ്ങി, ക്യാഷ് പർച്ചേസ്. അപ്പൊ നമുക്ക് പർച്ചേസ് എക്സ്പെൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാഷ് കൊടുത്തത്. അപ്പം എക്സ്പെൻസ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആയാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ ഉണ്ടായ എക്സ്പെൻസ് എന്താണ്? അത് പർച്ചേസസ് ആണ്. അപ്പൊ പർച്ചേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് പർച്ചേസസ് വരും. അപ്പൊ എന്താണ് പർച്ചേസസ്? എക്സ്പെൻസ് ആണ് അല്ലെ? ഇവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഡെബിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് ക്യാഷ് എന്ന് നമുക്ക് ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് പർച്ചേസിന്. ഇനി ക്രെഡിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസിന് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ക്യാഷിന് പകരം എന്ത് വരുന്നു? അവിടെ ഒരു ലയബിലിറ്റി ആണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ? നമുക്കിവിടെ എന്ത് സംഭവിക്കുന്നത്? ക്യാഷ് കൊടുക്കാനുണ്ട്. സാധനം വാങ്ങി ഒരു എക്സ്പെൻസ് ഉണ്ടായി അല്ലെ? പർച്ചേസ് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്തുണ്ട്? ക്യാഷ് കൊടുക്കാനുണ്ട്. ക്യാഷ് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലെ? ഒരു കറന്റ് ലയബിലിറ്റി ആണ്. ക്യാഷ് നമുക്ക് അയാൾക്ക് കൊടുക്കാനുണ്ട്. എപ്പോഴാണ് നമ്മളത് കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി ഇവിടെ എന്ത് സംഭവിക്കുക ചെയ്തേ? ലയബിലിറ്റി ഉണ്ടാവുക ചെയ്തേ അല്ലെ? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്തേ. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് എന്ത് ലയബിലിറ്റി ഉള്ളത്? ഒരു പേയബിൾ അല്ലെ? നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ടാ. അപ്പം ട്രേഡ് നടത്തിയപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ട്രേഡ് പേയബിളാ. അപ്പൊ ട്രേഡ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി ആണ് നമുക്ക് ഉണ്ടായത്. അപ്പം ആ ലയബിലിറ്റി ഇവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ലയബിലിറ്റി. അപ്പം അങ്ങനെയാണ് ഡെബിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് ട്രേഡ് പേയബിൾസ്. എക്സ്പെൻസും ലയബിലിറ്റീസ് ഇൻക്രീസ് ആയി. ഓക്കെ. ഇനി നമുക്ക് പർച്ചേസസ് നമ്മൾ റിട്ടേൺ ചെയ്യുക. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ. പർച്ചേസ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന വിചാരിക്കുക, നമ്മൾ റിട്ടേൺ ചെയ്യുക, നമ്മുടെ സപ്ലയർക്ക് റിട്ടേൺ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നത്? ഒരു എക്സ്പെൻസ് അവിടെ കുറയുക ചെയ്യുന്നത് അല്ലെ? പർച്ചേസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ആണല്ലോ. ആ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് കുറയുവാണ് ചെയ്തത്. അപ്പം എക്സ്പെൻസ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലെ? എക്സ്പെൻസ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടെ എന്ത് ചെയ്യുക? കുറയുക ചെയ്തത്. അപ്പൊ ആ കുറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസസ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് എഴുതുക. പർച്ചേസ് എന്താണ്? എക്സ്പെൻസ് ആണ്. എന്ത് ചെയ്യുക? നമുക്ക് ഡിക്രീസ് ആവുകയാണ്. എക്സ്പെൻസ് നമുക്ക് കുറയുവാണ് ചെയ്തത്. ഇനി എന്താണ് നമുക്ക് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പർച്ചേസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അല്ലെ? എന്തായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്തപ്പോൾ നമ്മുടെ ഒരു ലയബിലിറ്റി ഇവിടെ കുറയുകയാണ് ചെയ്തത്. കാരണം നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ 1000 രൂപ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 1000 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിയായിരുന്നു, നമ്മൾ പൈസ കൊടുത്തില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു ട്രേഡ് നമുക്ക് അയാളുടെ കടക്കാരനായി നമ്മൾ. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്തു? ഒരു ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ ലയബിലിറ്റി എന്ത് സംഭവിക്കുകയില്ലേ? ലയബിലിറ്റി റെഡ്യൂസ് ആവുക ചെയ്തത്, ഡിക്രീസ് ആവുകയാണ് ചെയ്തത് അല്ലെ? നമുക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്ത ഗുഡ്സ് നമ്മൾ പിന്നെ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബാലൻസ് പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പം ഇവിടെ എന്താണ്? നമ്മൾ കൊടുത്ത എമൗണ്ട്, ആ കൊടുത്ത എമൗണ്ട് എത്രയാണോ, കൊടുത്ത എമൗണ്ട് ഗുഡ്സ് എത്രയാണോ അതിന്റെ എമൗണ്ട് എന്ത് ചെയ്തു? ലയബിലിറ്റി ഇവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പൊ ലയബിലിറ്റി ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ലയബിലിറ്റി എന്തായിരുന്നു? ട്രേഡ് പേയബിൾ ആയിരുന്നു നമ്മുടെ ലയബിലിറ്റി. അപ്പൊ ട്രേഡ് പേയബിൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പം ഡെബിറ്റ് ട്രേഡ് പേയബിൾ, ഡെബിറ്റ് എന്ത് സംഭവിച്ചു? ഡിക്രീസ് ആയി. ഇതാണ് നമ്മുടെ പർച്ചേസ് റിട്ടേണിന്റെ ജേണൽ എൻട്രി. ഡെബിറ്റ് ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റ് പർച്ചേസസ് ഓർ പർച്ചേസ് റിട്ടേൺ. ഇനി നമുക്ക് ഒറ്റ ഒന്നോട് നോക്കാനുള്ളൂ. ഇനി നമുക്ക് സപ്ലയർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തു. സപ്ലയർക്ക് നമ്മൾ എന്ത് ചെയ്തു? പേയ്മെന്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് കൊടുക്കുക സപ്ലയർക്ക് അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്തു. അപ്പൊ ക്യാഷ് നമ്മൾ സപ്ലയർക്ക് കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് എന്താണ്? ക്യാഷ് ഒരു അസറ്റ് ആണ്. അസറ്റ് നമ്മുടെ കയ്യിൽ കുറയുവാണ് ചെയ്തത്, ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും? അസറ്റ് ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ടേബിൾ നോക്കുക. അസറ്റ് ഡിക്രീസ് ആയാൽ അത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ അസറ്റ് ക്രെഡിറ്റ് എന്താണ്? ക്രെഡിറ്റ് ക്യാഷ് ഓർ ബാങ്ക്. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് ക്യാഷ് എന്ത് ചെയ്യുന്നു? നമ്മുടെ അസറ്റ് ആണ്, അത് ഡിക്രീസ് ആയിക്കുവാണ്. അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ക്യാഷ് കൊടുത്തപ്പോൾ നമുക്ക് അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ക്യാഷ് കൊടുത്തപ്പോൾ നമ്മുടെ ഒരു ലയബിലിറ്റി അവിടെ കുറഞ്ഞു കിട്ടുകയതേ. നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രേഡ് പേയബിൾ ആയിട്ട് നമ്മൾ ലയബിലിറ്റി ഇട്ടായിരുന്നു അല്ലെ? നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലയബിലിറ്റി പിന്നെ അവിടെ എക്സിസ്റ്റിംഗ് ആണോ? അല്ല, ആ ലയബിലിറ്റി അവിടെ കുറയുകയില്ലേ അല്ലെ? ലയബിലിറ്റി അവിടെ ഇല്ലാണ്ടാവുകയില്ലേ? നമ്മൾ കൊടുത്ത എമൗണ്ട് പിന്നെ അവിടെ ലയബിലിറ്റി അവിടെ കുറയുക ചെയ്തു.
അപ്പോൾ നമ്മുടെ ലയബിലിറ്റി എന്തായിരുന്നു? ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി ഡിക്രീസ് ആയി. അപ്പൊ ലയബിലിറ്റി ഡിക്രീസ് ആയി. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഡിക്രീസ് ആയാൽ എന്താണ്? അത് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡെബിറ്റ് ട്രേഡ് പേയബിൾ, നമ്മുടെ ലയബിലിറ്റി ഡിക്രീസ് ആയി. അപ്പൊ ഇവിടെ ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ ലയബിലിറ്റിയും ഡിക്രീസ് ആയി, അസറ്റും ഡിക്രീസ് ആയി. വൺ ഡെബിറ്റ് ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഓർ ബാങ്കിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജേണൽ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇക്വിറ്റി ആയിക്കോട്ടെ, നമ്മുടെ അസറ്റ്സ് ആയിക്കോട്ടെ, ലയബിലിറ്റീസ് ആയിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഈ ഒരു ടേബിൾ എങ്ങനെയാണോ ആ ടേബിൾ ആണ് നമ്മുടെ ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ അനുസരിച്ച് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻകവും ലയബിലിറ്റീസും ഇക്വിറ്റീസും എന്തായിരിക്കും? സെയിം മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എക്സ്പെൻസും അസറ്റും സെയിം മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസറ്റ് കൂടിയാലും എക്സ്പെൻസ് കൂടിയാലും സെയിം രീതിയായിരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടത്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇൻകം കൂടിയാലും ലയബിലിറ്റി കൂടിയാലും ഇക്വിറ്റി കൂടിയാലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡിക്രീസ് ആവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു റൂൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ജേണൽ എൻട്രീസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം വളരെ ചെറിയൊരു പോർഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജേണൽ എൻട്രിക്ക് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒരു മെത്തേഡ് എപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ജേണൽ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആവുന്നു. താങ്ക് യു.